കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് എല്ലാരും ഒറ്റടിക്കാൻ കാലിയാക്കിയിട്ടുണ്ട് ഇവന്മാരൊക്കെ ഐറ്റംസ് സന്തോഷായില്ലേ അൽഹംദുലില്ലാ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ശരിക്കും ഒരു സർപ്രൈസ് വീഡിയോ ആണ്. എന്താ നിങ്ങൾക്ക് അറിയോ? നമ്മളെ മുത്തുവിന്റെ ബർത്ത്ഡേ ആണ്. ഒന്നുമില്ല, ഒരു കേക്ക് കട്ടിങ് ഉള്ളൂ. പക്ഷെ അത് ആൾക്ക് സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ കൊടുക്കുകയാണ്. പറ്റിയിട്ടല്ലാണ്ട് ഒരു രസമല്ലേ, ഓനക്കൊരു സന്തോഷല്ലേ. അപ്പൊ ആള് ജോലി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് ടോട്ടലി ഇവിടെ റെഡിയാക്കാൻ കഴിഞ്ഞില്ല, പണി പാളി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് ഏതായാലും ചായ പഞ്ചസാര നമ്മൾ കുഞ്ഞുമോളിരുന്ന് അവിടെ അനിയന്റെ വൈഫിന്റെ അവിടെ നിന്ന് വാങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അത് വേണ്ട, ഐഡിയ വരാൻ ഓനെ പറഞ്ഞേക്കെ പീടിക്ക്. അപ്പൊ ഇവിടെ സെറ്റ് ചെയ്യാന്നുള്ള ഐഡിയയിലാണ് അല്ലേ. അപ്പൊ ആളും പൊന്നും കൂടി കൂടിയിട്ട് കടയിലേക്ക് പോയിട്ടുണ്ട് പഞ്ചസാര വാങ്ങാൻ. ഇപ്പൊ ആള് വരും. അപ്പൊ ഇവിടെ ആളെന്തായാലും മൊബൈൽ എടുക്കാൻ വരും. അപ്പൊ ലൈറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാന്നുള്ള പ്ലാനാണ് അല്ലേ. അപ്പൊ നിങ്ങൾ കണ്ടുനോക്കിട്ട് എന്തെങ്കിലും ആള് സർപ്രൈസ്, ആളെന്തായാലും അന്തം വിടുക. കാരണം ഞങ്ങൾക്ക് എന്തായാലും ആൾക്ക് ഞങ്ങൾക്ക് ഒരു മുട്ടായി പോലും ഇതുപോലെ സർപ്രൈസ് ആയിട്ടായാലും അല്ലാതെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളങ്ങനെ ആയിരുന്നു നമ്മുടെ ഇത്. ഇപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അൽഹംദുലില്ലാ അപ്പൊ നമ്മളെ കുട്ടി ഇവിടെ വന്ന് നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പൊ ഈ സന്തോഷം ഞാൻ ഭയങ്കര ഒന്നും പറയാനില്ല. അൽഹംദുലില്ലാ. അപ്പൊ ആളിപ്പോ വരും. പഞ്ചസാരയും കുറച്ച് നീന്തറപ്പയും വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചാണ്. എങ്ങനെയും ഇവിടെ പറഞ്ഞയച്ചാലേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും മോനുവിന്റെ ഐഡിയ ആയിട്ട് അത് പീടിയൊക്കെ പറഞ്ഞേക്കാന്നുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ സെറ്റ് ചെയ്യേണ്ടതാ, കുട്ടിമോനൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ആള് വരുന്നുണ്ട്, പുറത്തേക്ക് വരിട്ടാ. ആ വീഡിയോ എങ്ങനെയുണ്ട് നോക്കിയും വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യും, ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കും. അപ്പൊ എങ്ങനെയുണ്ട് അവന്റെ സർപ്രൈസ് നിങ്ങൾ കാണിച്ചു തരട്ടാ. അപ്പൊ 2 കുഞ്ഞു കേക്കുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സമ്മാനത്തിനും സർപ്രൈസിനൊന്നും വില ഇല്ലല്ലോ. ഏതായാലും ഇങ്ങനെയെങ്കിലും ഇങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ചെറുതായ മട്ടത്തിൽ ടേബിളൊക്കെ സെറ്റ് ചെയ്ത മോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ആളിപ്പോ വരൂട്ടാ. ഹാപ്പി ബർത്ത്ഡേ സിനാൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ കേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുള്ള ഒരു വൈറ്റ് അതെ നമ്മളെ നെക്സ്റ്റ് ഒന്നിന്. പക്ഷെ ഇത് 350 ഇതിന് സെയിം റേറ്റ് ഉണ്ട്. അപ്പൊ ഏതായാലും വിലയിലല്ല കാര്യം അല്ലെ, സമ്മാനത്തിലാണല്ലോ കേട്ടോ. മോളൂസെ സർപ്രൈസ് കൊടുക്കണ്ടേ, എന്താ അഭിപ്രായം മോനു? അപ്പൊ പൊന്നു അവന്റെ കൂടെ പോയതാണ്. ഇപ്പൊ വരൂട്ടാ. അപ്പൊ അവൻ വരുമ്പോ ലൈറ്റ് ഒക്കെ കെടുത്തിട്ടാണ്ട് പോണോ. അവൻ ലൈറ്റ് ഇതെന്താന്ന് അന്തം വിടണം. ഓക്കെ, അപ്പൊ പോയോക്കല്ലേ. ആള് വരുന്നുണ്ട്. സർപ്രൈസ് കൊടുക്കാൻ കുട്ടിച്ചാണ്ട് കേറിക്കോ. വരുന്നുണ്ട്. പോരേ അപ്പൊ മാളൂടെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. കുഞ്ഞു കേക്ക് ഇതേരെ മുമ്പ് ഉണ്ടാകത്തോടെ പ്രതീക്ഷിക്കൂല്ലോ. അടാടായതുകൊണ്ട് തീരെ ഉണ്ടായിട്ടില്ല. ഇവനും ഞാനും ഉമ്മയും ഒപ്പം പ്രസവിച്ചതാണ്. അപ്പൊ എന്റെ അനിയത്തിന്റെ ഇവന്റെ പ്രായമുള്ളത് അവിടെ ഒരു കേക്ക് മുറിച്ചു കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഉണ്ടെങ്കിൽ തന്നെ ഒരു പായസം വെക്കൊക്കെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. പൊന്നൂനി അതെ. അപ്പൊ ഏതായാലും ഇനി ഒരുപാട് വർഷം വളരെ സന്തോഷമായി പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ ജീവിക്കാനുള്ള ആയുസ്സിനും ആരോഗ്യത്തിനും നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാം പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി ഉമ്മയും കൂടി വന്നിട്ട് ഈ കേക്ക് മുറിക്കാൻ പോകും കേട്ടോ. അപ്പൊ അതിന് പോകാൻ ഫ്രഷ് ആവുക, ജസ്റ്റ് ഒന്ന് ചായ കുടിക്കൊക്കെ വേണം. ഓക്കെ പോരെ, അങ്ങനല്ലേ? എന്നാ ഇപ്പൊ വരാട്ടാ. ഇത് നേരത്തെ അവനോട് പറയാൻ നിന്നാ നേരത്തെ എന്തോ ഒരു സർപ്രൈസിന്റെ പറയണം കൊളാക്കാൻ നീന്നാ പിന്നെ ഏടാ ഏടാ ഇത് പറയാൻ നീനാ. പറയാറ്റ് എന്തേ ബുദ്ധിമുട്ടുണ്ടായിന്നാ? മോൾട്ടേക്ക് ചെറിയ നീന്നില്ല. അപ്പൊ കുട്ടിമാര് വേമ്പോ. അപ്പൊ കേസ് ഞങ്ങള് കേക്ക് മുറിക്കാൻ പോവണേ. അപ്പൊ ഇന്ന് അവനിപ്പോ അവന്റെ ജോലി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തിയിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ ഏതായാലും കുട്ടികളൊക്കെ കേക്കിന് വേണ്ടി ഇങ്ങനെ തിരക്കി നിൽക്കുകയാണ്. ഈ
തോണ്ടി തിന്നു തുടങ്ങി ഇങ്ങനെ മോൾട്ടിയും മോനൊക്കെ. അപ്പൊ ഏതായാലും ഞങ്ങൾ മുറിക്കാൻ പോട്ടെ. അപ്പൊ ഉമ്മ ഉണ്ട് ഇവിടെ, എല്ലാരും ഉണ്ട്. അപ്പൊ കൈ കെട്ട് കത്തിയെടുത്തോ, ആ വെള്ളം ഇട്ടോ, മോളെ പിടിച്ചെടുത്ത കത്തി. ഇല്ലേ ഒരു കഷ്ണം എടുത്തോണ്ട് എല്ലാവർക്കും കൊടുത്തോ. ബാക്കി പിന്നെ ഒരു രസം ഉമ്മമാരെ കൈ കൊടുത്തോ. അല്ല വെറുതെ കുട്ടിമോൾക്ക് കുട്ടിമോളെ കാണുന്നുണ്ട് എടുക്ക്. ഇതൊക്കെ മാറിന് മോൾട്ടിന് കേക്ക് അടിപൊളിയാണ്. കേക്ക് ഒന്നും പറയാല്ല, അടിപൊളിയാണ്. നെസ്റ്റോ എന്നാണ് വാങ്ങിയത്, ഇനി അതുകൊണ്ടാണോ അറിയില്ല, അടിപൊളിയാണ്. ഉണ്ടില്ല അപ്പൊ അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. അല്ലേ ഉമ്മ എന്താ പറയാ ഭർത്തിന്റെ വളരെ സന്തോഷായില്ല. അൽഹംദുലില്ലാ. അപ്പോ ഉമ്മാരെ മുടി ഇവിടെ കാണുന്നുണ്ട്, അത് കുഴപ്പമില്ല, ശരിയാക്കിയാൽ മതി. അപ്പോ എല്ലാരും പോവല്ല എങ്ങനെ മുത്ത് വന്നിട്ട് കുളിക്കാനും ഇതിനൊന്നും പെട്ടെന്ന് നിന്നിട്ടില്ല. അപ്പൊ കുട്ടികൾ ഇങ്ങനെ തിരക്ക് കൂടുന്നോണ്ട് പെട്ടെന്ന് ഇത് തുടങ്ങിയതാണേ പൊളിക്കോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നേ. ആ ടേബിള് വലിയ ഉറപ്പില്ല, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു കാല് പൊട്ടിക്കണ്. അതെ, ടേബിള് കട്ടൻ പൊന്തിച്ചാല് ഇങ്ങനെ ഞെട്ടുട്ടാ. ആ കട്ടൻ പൊന്തിക്കാൻ മേലെ കട്ടൻ ഇട്ടുകൊണ്ട് ആരും അറിയില്ല അല്ലേ. അപ്പൊ 2 കേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2 കേക്ക് തന്നെ ചെറിയ 500 ഗ്രാമിന്റെ ആണ്. ഇതിന്റെ പേരെന്താ എനിക്കറിയില്ല, എന്താ മാംഗോ ട്രീറ്റ് ആണ്. ഇത് വൈറ്റ് ഫോറസ്റ്റ്. ഞാൻ അങ്ങനെ ഓർത്തൊരു പേര് മറക്കാതൊക്കെ മനസ്സിലെന്ത് വെച്ചാ പോയതറിയോ, ഫോറസ്റ്റ് നിലമ്പൂർ ഇങ്ങനെ ഓർത്തേ. അപ്പൊ മാള് കൂടുതൽ തിന്നുന്നില്ല, എന്താ വെച്ചാ തടി കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. മൂന്നാമത്തോ ഇമ്മ ഒരു കഷ്ണം കൊടുത്താൽ നിങ്ങള് ചെറിയ കഷ്ണം തിന്നു നോക്കി എന്നിട്ട് പറയും. അപ്പൊ അൽഹംദുലില്ലാ റാഹത്തായി. ശരിക്കും ഇങ്ങനെ എന്താ അറിയില്ല, നല്ല സന്തോഷം ഉണ്ട്. ഇന്നത്തെ ദിവസം ഓർത്തോക്കാണേ ഇന്നത്തെ ദിവസം അങ്ങനെ ഓർത്തോക്കാണെ അങ്ങനെ പ്രസവിച്ചോണ്ടിങ്ങനെ ഇന്നത്തെ ദിവസേ അങ്ങനെ ഓർത്തോക്കണേ 10:30 മണിക്ക് മുത്തൂനെ പ്രസവിച്ചതും ഉമ്മ പ്രസവിച്ചതൊക്കെ ഇങ്ങനെ ഓർത്തോക്കണേ. 10:30 രാവിലെ കുഞ്ഞോട് രാത്രി കുഞ്ഞോള് രാത്രി 1 മണിക്ക് 1-ാം തീയതിക്ക് ശേഷം രാത്രി 1 മണിക്ക് കുഞ്ഞോള്, നേരം വെച്ച് 10:30 മണിക്ക് ബനു വെള്ളിയാഴ്ച. ഒന്നും പണിയില്ല. അവ മുത്തുവിനെ പ്രസവിക്കുന്ന സമയത്തൊക്കെ ഞാൻ മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. മസ്കറ്റിലാണ്, ഗൾഫിലാണ്. അപ്പോൾ ശരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള വിവരം ഇങ്ങനെ കിട്ടിയപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇതിന് റിസൾട്ട് അറിയാൻ. അപ്പോൾ അങ്ങനെ വെച്ചാൽ മാളുവിൻ്റെ ഇമ്മയും അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അവർ ഇതുപോലെ തന്നെ മാളുവിനെ നോക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. അത്രയും ബുദ്ധിമുട്ടിലൊന്നും പോയിരുന്നു, കാരണം അവരുടെ ഡേറ്റും വേറെ ഏകദേശം അത് തന്നെയാണ്, അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആരോഗ്യസ്ഥിതി ഒന്നും നോക്കാതെ മകളെ കാര്യമില്ല, അപ്പോൾ പോയിരുന്നു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഫസ്റ്റിലെ നമ്മുടെ ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണെന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ പെങ്ങളാണ് ഫോൺ എടുത്തത്, എൻ്റെ സൂറാന്ന് പറയും. പെങ്ങൾ ഫോൺ എടുത്താണ്ട് പറഞ്ഞു നേരെ പെൺകുട്ടിയാണ് പറഞ്ഞു. അപ്പോൾ പെൺകുട്ടിയാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും കുഴപ്പമില്ല, മാഷാ അല്ലാ. അതിലെടുത്തേ പെൺകുട്ടി എൻ്റെതല്ല, എൻ്റെ ഇളച്ചിയാണ് പറഞ്ഞു. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ. പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് മുത്തുവിനെ പ്രസവിച്ചു, ആൺകുട്ടിയായി. അൽഹംദുലില്ലാ ഖൈറ് അല്ലേ. അപ്പം മാളുതാ ശരീരം കുറക്കാൻ നോക്കണോണ്ട് തീരെ കുഞ്ഞാമാക്കൂ 2 കഷ്ണം
വീണ് വടാവാല പീസ് ഓഫാക്കണ അപ്പൊ ഇതിന്റെ കൂടെ മെയ് 22 ബാവാന്റെ ബർത്ത്ഡേ അതും കൂടി ആഘോഷിച്ചിട്ടുണ്ട് ഇത് അമ്മാക്ക് ഇമ്മാക്ക് സംബന്ധിച്ച് അമ്മാക്ക് ഇങ്ങനെയുള്ള ഐറ്റം ഒന്നും ഇഷ്ടമല്ല. ഇപ്പൊ നമ്മള് സീറ്റ് ബെൽറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ അമ്മ കേക്ക്, പാൽപ്പൊടി, കോഴിമുട്ട അതൊന്നും കഴിക്കൂലാണ്. പക്ഷെ എന്നാലും ഞങ്ങളും സന്തോഷത്തിന് ഞാൻ എന്റെ കൈ കൊണ്ട് ചെറിയ കഷ്ണം അമ്മ കൊടുക്കും. കഴിച്ചാ മതിയാ? എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടല്ലേ എന്താ മോന് ഭക്ഷണം ശരിക്കും അറ്റായിന്ന്? ആര് ഇതെന്താ? എനിക്ക് ഞാൻ മുത്തോന്റെ മുഖത്ത് കേക്ക് തേക്കാൻ മറന്നു. ഇപ്പൊ കൊണ്ടുപോയി ഓനെ പിടിച്ച് ഇപ്പൊ കേക്ക് തേക്കാള പരിപാടി മാറി തേക്കാനുള്ള പരിപാടി പക്ഷേ പിടിച്ച് ഓനക്കെല്ലാം അറിയാലോ നമ്മളെക്കാട്ടി കേക്ക് തേക്കണമൊക്കെ. പിന്നെ എങ്ങനെ കേട്ടോ? പിന്നെ അപ്പോ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് എല്ലാരും ഒറ്റടിക്കാണ് കാലിയാക്കിയിരുന്നത്. ഇവന്മാരൊക്കെ ഐറ്റംസ് ആർക്കൊന്നും ഈ ഉണക്കുയി കഥ. പിന്നെ ഇപ്പൊ ഇതിലൊരു സ്പെഷ്യലായിട്ട് ഉള്ളത് എന്താ വെച്ചാല് മോനുള്ളപ്പോ തന്നെ മുറിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. സത്യമാണ്. അതാണ് ഏറ്റവും എല്ലാവർക്കും ഒത്തൊരുമിച്ച് കഴിയാൻ ഇതാ മോനെ ഇവിടെ ഉണ്ട്. എല്ലാരും കൂടി ഇപ്പോഴാണ് ഉപ്പയും മക്കളും ആയത്. എനിക്ക് ഉപ്പയും മക്കളും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉപ്പയും മക്കളും ആയി. ഇമ്മ നേരായാലും ഒരു ഓൺലൈൻ ക്ലാസ് കേൾക്കും. അതിന് വേണ്ടി കൊലയുമ്പോ മുത്തു പണിയെടുത്ത് കൊയങ്ങി വന്നാണ് കുളിച്ചിട്ട് വന്നിപ്പോ അതിന്റെ ഒരു അസ്വസ്ഥത ഉണ്ടോ എനിക്ക്? രാവിലെ പോയതല്ലേ, അപ്പൊ ചായ ഒന്നും കുടിച്ചിട്ടില്ല അവിടുന്ന്. അപ്പൊ ഞാൻ ചായ ഒക്കെ കൊടുക്കട്ടെ. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ടുട്ടാ. ഞങ്ങളൊരു പാവം ബർത്ത്ഡേന്ന് മുത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സാധിച്ചില്ല. അടിച്ച പൈസ കിട്ടാണ്ടിന്ന് അതൊന്നും കിട്ടിയില്ല. കിട്ടിയെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചീന്ന്. പക്ഷെ കിട്ടിയില്ല. ഞാൻ ഇന്നലെയും കൂടി ചോദിച്ചു. പക്ഷെ അപ്പൊ വിചാരിച്ചേക്കൊന്നും നടന്നില്ല. എന്നാലും നമുക്ക് ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് അല്ലേ. അപ്പൊ അൽഹംദുലില്ലാ റാഹത്തായി. കേക്കൊക്കെ മുറിച്ചു. ഇപ്പൊ ചായ കുടിക്കാൻ പോണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ. നാളെ ഇപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ. അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യോണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ കമന്റ് ചെയ്യോണ്ട് അഭിപ്രായങ്ങളൊക്കെ, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കും ഞങ്ങൾക്കും ആവതരട്ടെ. എന്റെ മുത്തുവിന് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടാ. എന്റെ മുത്തുവിന്റെ ആയുസിന് നേട്ടാൻ എല്ലാവർക്കും ഇന്ന് മുത്തുവിന്റെ ബർത്ത്ഡേ ജന്മദിനം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.